ഹായ്, നമസ്കാരം. വി ആർ സ്റ്റഡി സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ക്യൂസ്. സ്കൂൾ തലങ്ങളിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കോൺഗ്രസിന്റെ പ്രതിനിധികൾ മാത്രമടങ്ങിയ ഇടക്കാല ഗവൺമെന്റ് ആരുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോൾ? ഉത്തരം 1947 ആഗസ്റ്റ് 15. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായത് എന്ന്? ഉത്തരം 1946 സെപ്റ്റംബർ 2. വൈസ്രോയിയുടെ ശ്രമമായി ലീഗ് ഇടക്കാല മന്ത്രിസഭയിൽ ചേർന്നത് എന്ന്? ഉത്തരം 1946 ഒക്ടോബർ 26. ഇടക്കാല ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ലിയാഖത്ത് അലി ഖാൻ. ലീഗിന്റെ പ്രതിനിധി കൂടാതെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്ലമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം നടന്നത് എന്ന്? ഉത്തരം 1947 ഫെബ്രുവരി 20. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന്? ഉത്തരം 1931 മാർച്ച് 31. ലാഹോർ സമ്മേളനം ഒരു ഭരണഘടന രൂപീകൃതമായ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം മോട്ടിലാൽ നെഹ്റു. ഇന്ത്യയെ സ്വയംഭരണാധികാരമുള്ള ഒരു കോളനിയായി അംഗീകരിക്കണമെന്ന് നിർദ്ദേശിച്ച റിപ്പോർട്ട് ഏതായിരുന്നു? ഉത്തരം നെഹ്റു റിപ്പോർട്ട്. ഏതു ദിനമാണ് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ ലാഹോർ സമ്മേളനത്തിൽ തീരുമാനിച്ചത്? ഉത്തരം ജനുവരി 26, 1930. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ സമര പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുള്ള ചുമതല ആർക്കായിരുന്നു? ഉത്തരം ഗാന്ധിജിക്ക്. ഉപ്പ് നിയമ ലംഘനത്തിനായി ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത്? ഉത്തരം ദണ്ഡി യാത്ര. ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്? ഉത്തരം 1930 മാർച്ച് 12. ഗാന്ധിജി ഉപ്പ് നിയമന ലംഘനം നടത്തിയത് എന്ന്? ഉത്തരം 1930 ഏപ്രിൽ 6. ഉപ്പ് നിയമന ലംഘനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എന്ന്? ഉത്തരം 1930 മെയ് 4. നികുതി നിഷേധ പ്രസ്ഥാനം വിജയകരമായി സംഘടിപ്പിച്ചത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ.
നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചത് എന്ന്? ഉത്തരം 1932 ജനുവരി 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് എന്നായിരുന്നു? ഉത്തരം 1934 ഒക്ടോബർ 26. നിയമസഭയുടെ കാലാവധി എത്ര വർഷമായിരുന്നു? ഉത്തരം 5 വർഷം. ഭരണ വിഷയങ്ങളെ 1939 ആക്ട് പ്രകാരം എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 3. 1935 ആക്ട് പ്രകാരം ഉണ്ടായിരുന്ന 3 ഭരണ വിഷയങ്ങൾ ഏതെല്ലാം? ഉത്തരം ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. എത്ര വിഷയങ്ങളായിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം 59. എത്രയും വേഗം ഇന്ത്യയെ സ്വതന്ത്രമാക്കണമെന്ന ആശയക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റൂസ്വെൽറ്റ്. ജർമ്മനിയിൽ നിന്നും രക്ഷപ്പെട്ട നേതാജി എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? ഉത്തരം ജർമ്മനിയിൽ. ഇന്ത്യയുടെ മഹാനായ തടവുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ? ഉത്തരം 61ാമത്തെ വയസ്സിൽ. മഹാരാഷ്ട്രതന്ത്രന്മാരിലെ സന്യാസി എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം മഹാത്മാ ഗാന്ധി. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? ഉത്തരം യങ് ഇന്ത്യ. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത് എപ്പോൾ? ഉത്തരം 1937 ആഗസ്റ്റ്. ഗാന്ധിജി തന്റെ സമര രീതിയിൽ അടിയുറച്ചു വിശ്വസിച്ച പ്രമാണമെന്ത്? ഉത്തരം അഹിംസ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ഉത്തരം ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. വന്ദേ മാതരം എന്ന ഗാനം രചിച്ച ബംഗാളി സാഹിത്യകാരൻ ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ആരായിരുന്നു? ഉത്തരം ഗവർണർ. UNOയുടെ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ? ഉത്തരം ഗുജറാത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.